വെട്ടുകിളി ശല്യം ഇപ്പോഴത്തെ നമ്മളെ കൃഷിയിലും ബാധിച്ചു. ഈ ഓണക്കാലത്തെ കൃഷി സമയത്ത് വെട്ടുകിളി ശല്യം വരുമെന്ന് എനിക്കൊരു ഊഹമുണ്ടായിരുന്നു. അതനുസരിച്ച് ഞാൻ നമ്മുടെ പടവല കൃഷി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് മാറി ഒരു 2 ചുവട് പടവലം ഞാൻ നേരത്തെ നട്ടു. അതുകൊണ്ടിത് കുറച്ച് വളർന്ന് പന്തലിൻ്റെ മുകളിലെത്തി. ആ സമയത്ത് തന്നെ ഇന്നലെ ആ വെട്ടുകിളി വന്ന് നമുക്ക് തന്നൊരു പണിയാണിത്. ഇത് കണ്ടോ, ഇതിൻ്റെ തല വെട്ടി കൊണ്ടുപോയവൻ ഒരാളെ ഉണ്ടായിരുന്നുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെയധികം ഏകദേശം ഒരു ഒരടിയിൽ കൂടുതൽ അത് തിന്നു. ഇപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നാളെ നമ്മൾ ഇതിൻ്റെ മരുന്നടിക്കും. ആ മരുന്നിൻ്റെ ഇൻഗ്രീഡിയൻസ്, അതായത് നമ്മൾ അടിക്കുന്ന മരുന്നിൻ്റെ ഇൻഗ്രീഡിയൻസ് അടക്കം നാളെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അതാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ പടവല കൃഷി ചെയ്തിരിക്കുന്നത് ആ ഭാഗത്താണ്. അവിടെ ഇത് എത്തുന്നതിന് മുമ്പ്, അതായത് ഇത് പന്തലിലെത്തിയതിന് ശേഷമാണ് ഇവൻ വന്ന് നമ്മളെ ശല്യം ചെയ്യുന്നത്. പന്തലിന് താഴേക്ക് അവൻ ഇറങ്ങില്ല. ഈ നെറ്റെല്ലാം ഉള്ളതുകൊണ്ട് താഴേക്ക് ഇറങ്ങില്ല. പന്തലിൻ്റെ മുകളിലെത്തുമ്പോഴാണ് അവൻ നമ്മളെ ഉപദ്രവിക്കുന്നത്.